രാമായണത്തിലെ പ്രധാന സംഭവങ്ങൾ രാമൻ്റെ അയോധ്യയിലേക്കുള്ള മടങ്ങിവരവോടെ അവസാനിക്കുന്നുവെങ്കിലും അതിനുശേഷം സംഭവിക്കുന്ന സംഭവങ്ങൾ രാമായണത്തിൻ്റെ സമ്പൂർണ്ണതയ്ക്കും രാമൻ്റെ ജീവിതത്തിലുള്ള നിർണായക മാറ്റങ്ങൾക്കും കാരണമാക്കുന്നു. രാവണനെ തോൽപ്പിച്ച് സീതയെ മടക്കിക്കൊണ്ടുവന്ന ശേഷം രാമൻ അയോധ്യയിൽ ചക്രവർത്തിയായി. എന്നിരുന്നാലും ജനങ്ങളിൽ സീതയുടെ ശുദ്ധിയെക്കുറിച്ചുള്ള സംശയങ്ങൾ ഉയർന്നു വന്നു. ഈ സംശയങ്ങൾ നീക്കുന്നതിനായി സീത ദിവ്യമായ പരീക്ഷയ്ക്ക് വിധേയമായി. അഗ്നിദേവന്റെ സാക്ഷ്യത്തോടെ തൻ്റെ ശുദ്ധി തെളിയിക്കുകയും ചെയ്തു. പിന്നീട് രാമനും സീതയും അയോധ്യയിൽ സുഖകരമായ ജീവിതം നയിച്ചു പോന്നു. അഗ്നിപരീക്ഷയ്ക്ക് ശേഷവും ജനങ്ങളുടെ സംശയങ്ങൾ പൂർണ്ണമായും അകന്നില്ല. രാമൻ്റെ ഭരണകാലത്ത് അയോധ്യ ഒരുപക്ഷെ ഏറ്റവും നീതിമാന്മാരുടെ ഭരണമായി കണക്കാക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ജനങ്ങളുടെ മനസ്സിൽ സീതയുടെ വിശുദ്ധിയെക്കുറിച്ചുള്ള സംശയങ്ങൾ വീണ്ടും ഉയർന്നു. രാമൻ്റെ കാതിലേക്കും ഇതെത്തി. രാജാവായി ധർമ്മനിഷ്ഠയോടെ ജീവിക്കണമെന്ന തൻ്റെ പ്രതിജ്ഞ പാലിക്കേണ്ടിയിരുന്ന രാമനിൽ ഇത് വലിയൊരു മാനസിക സംഘർഷം സൃഷ്ടിച്ചു. ജനങ്ങളുടെ മനസ്സിലെ ഈ സംശയങ്ങൾ പരിഹരിക്കപ്പെടണമെന്നുള്ളതിനാൽ ധർമ്മസങ്കടം അനുഭവിച്ചെങ്കിലും രാമൻ സീതയെ വനവാസത്തിനയക്കാൻ നിർബന്ധിതനായി. വൈകാരികമായി തകർന്ന് സീത അയോധ്യ വിടുകയും കാട്ടിലേക്ക് പോവുകയും ചെയ്തു. ഒടുവിൽ മഹർഷി വാൽമീകിയുടെ ആശ്രമത്തിലെത്തി. സീതയെ സ്നേഹത്തോടെ സ്വീകരിച്ച വാൽമീകി അവളെ തൻ്റെ ആശ്രമത്തിൽ സുരക്ഷിതമായി വസിക്കാൻ അനുവദിച്ചു. ആ ശാന്തമായ ധ്യാനപരമായ പരിസരത്ത് സീതയ്ക്ക് തൻ്റെ ശക്തി പുനർനിർമ്മിക്കാൻ കഴിഞ്ഞു. അവിടെ വെച്ച് ധാർമ്മികതയുടെയും ധൈര്യത്തിൻ്റെയും പ്രതീകങ്ങളായ 2 രാമപുത്രന്മാർ അവൾക്ക് ജനിച്ചു. വർഷങ്ങൾക്കിപ്പുറം ലവനും കുശനും വാൽമീകിയുടെ ശിഷ്യരായി വളർന്നു. ഗുരുവിൻ്റെ നേതൃത്വത്തിൽ അവർ ദൈവപാഠങ്ങളും ധർമ്മശാസ്ത്രങ്ങളും അഭ്യസിച്ചു. കൂടാതെ വാൽമീകി രചിച്ച രാമായണ പാരായണം ചെയ്യുന്നതിൽ അവർ പ്രാവീണ്യം നേടി. അവരിലെ സംഗീതവും പാരായണ ശൈലിയുമാണ് ഈ കഥാഗാനത്തെ കൂടുതൽ ആകർഷമാക്കിയത്. ഒരു ദിവസം അയോധ്യയിൽ നടന്ന ഒരു മഹായാഗത്തിൽ രാജാവ് ശ്രീരാമൻ്റെ സാന്നിധ്യത്തിൽ ലവനും കുശനും രാമായണം പാരായണം ചെയ്തു. ആ ഹൃദയസ്പർശിയായ ഗാനപാരായണം കേട്ട രാമൻ അതിനോട് അതീവ ആകർഷിതനായി. കഥയിലേക്ക് ആഴത്തിൽ ശ്രദ്ധിച്ചപ്പോൾ തൻ്റെ ജീവിതത്തിൻ്റെ വിശദാംശങ്ങൾ അതിൽ ഉൾപ്പെട്ടിരിക്കുന്നതായി അദ്ദേഹത്തിന് ബോധ്യമായി. ആരാണ് ഈ ബാലന്മാർ, എവിടെ നിന്നാണ് അവർ വന്നത് എന്ന ആകാംക്ഷയോടെ രാമൻ അവരുടെ മാതാവിനെക്കുറിച്ച് ചോദിച്ചു. അപ്പോൾ സീതയാണ് അവരുടെ മാതാവെന്ന് അവർ അഭിമാനത്തോടെ പറഞ്ഞു. അത് കേട്ടപ്പോൾ രാമന് എന്തെന്നില്ലാത്ത ഒരു വിഷമം അനുഭവപ്പെട്ടു. തുടർന്ന് രാമൻ സീതയെ അയോധ്യയിൽ മടങ്ങി വരാൻ ക്ഷണിച്ചു. എന്നാൽ സീത ഭൂമിദേവിയോട് പ്രാർത്ഥിച്ച് ഭൂമിയിൽ ലയിച്ചു. ഈ സംഭവങ്ങൾ രാമായണത്തിൻ്റെ സമാപ്തിയിലേക്ക് നയിക്കുന്നു. രാമൻ തൻ്റെ പുത്രന്മാരായ ലവനും കുശനും അയോധ്യയിൽ കൊണ്ടുവന്ന് തൻ്റെ വംശത്തിൻ്റെ അവകാശികളായി അംഗീകരിച്ചു. പിന്നീട് രാമൻ തൻ്റെ ദൈവിക ദൗത്യം പൂർത്തിയാക്കി സരയൂ നദിയിലേക്ക് ലയിച്ച് സ്വർഗത്തിലേക്ക് മടങ്ങി. ഈ സംഭവങ്ങൾ രാമായണത്തിൻ്റെ സമ്പൂർണ്ണതയും രാമൻ്റെ ദൈവിക ദൗത്യത്തിൻ്റെ പൂർത്തീകരണവും സൂചിപ്പിക്കുന്നു. ഹനുമാന്റെ കഥ രാമൻ്റെ ഭക്തിയുടെയും സമർപ്പണത്തിൻ്റെയും അതുല്യ ഉദാഹരണമാണ്. രാമായണത്തിലെ എല്ലാ പ്രധാന സംഭവങ്ങൾക്കും ശേഷം അയോധ്യയിൽ രാമൻ്റെ ഭരണകാലത്ത് ഹനുമാൻ അവൻ്റെ ഭക്തനായി അവിടെ ഉണ്ടായിരുന്നു. അയോധ്യയിൽ ദീർഘകാലം രാമൻ്റെ സേവയിൽ കഴിഞ്ഞു. ഒരിക്കൽ സീതാദേവി തൻ്റെ സിന്ദൂരം പൂശുന്നത് കണ്ടപ്പോൾ ഹനുമാൻ അതിൻ്റെ കാരണം ചോദിച്ചു. സീതാദേവി പറഞ്ഞു, ഇതുമൂലം രാമൻ ദീർഘായുസ്സോടെ ഇരിക്കുമെന്ന്. ഇത് കേട്ട ഹനുമാൻ തൻ്റെ മുഴുവൻ ശരീരവും സിന്ദൂരം പൂശി. രാമൻ തൻ്റെ ദൗത്യം പൂർത്തിയാക്കി സരയൂ നദിയിലേക്ക് പ്രവേശിക്കാൻ തീരുമാനിക്കുമ്പോൾ അയോധ്യയിലെ വാനരന്മാരും സുഗ്രീവനും തങ്ങളുടെ ദേഹങ്ങൾ ഉപേക്ഷിച്ച് ദേവലോകത്തിലേക്ക് യാത്ര ചെയ്തു. പക്ഷേ ഹനുമാൻ മാത്രം തിരികെ പോയില്ല. രാമൻ അവനോട് ഈ ലോകത്തെ തുടർന്ന് ഭക്തർക്കൊപ്പം രാമനാമം പ്രചരിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഈ അനുഗ്രഹം ലഭിച്ചതോടെ ഹനുമാൻ ചിരഞ്ജീവിയായി ഭൂമിയിൽ തുടർന്നു. മഹാഭാരത യുഗത്തിലും ഹനുമാൻ ഉണ്ടായിരുന്നു. ഭീമനുമായി കൂടിക്കാഴ്ച നടത്തുകയും അർജുനൻ്റെ രഥത്തിൽ പതാകയായി നിലകൊള്ളുകയും ചെയ്തു. വിശ്വാസമനുസരിച്ച് ഹനുമാൻ ഇപ്പോഴും ഭക്തരിൽ ഒരുവനായി നിലകൊള്ളുന്നു. രാമനാമം ഉരിയാടിയവർക്കൊപ്പം അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം എന്നും ഉണ്ടാകും.